ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിജി. ഞാൻ വരുന്നത് മാവേലിക്കരയിൽ നിന്നാണ്. കൃപാസനത്തെ പറ്റി ആദ്യം ഞാൻ അറിയുന്നത് 2019 2019 എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറയുന്നത്, നീ ഇതുപോലെ കൃപാസനത്തിൽ പോകണം. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ലായിരുന്നു. ഉടമ്പടി ഉണ്ട് ഇങ്ങനെയാണെന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എല്ലാ പള്ളിയിലും പോകണം എന്ന് പറയുന്നത് പോലെ തന്നെ നീ പോകണം എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. സോ ഞാനൊരു നേഴ്സാണ്. അപ്പം ഇങ്ങനെ കുറേ വർഷം കഴിഞ്ഞു. 2019 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 21 ആയപ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ എനിക്ക് സെയിം ഇത് തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട്, ഞാനപ്പോൾ OET പഠിക്കുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സെയിം ഫ്രണ്ട് എന്നോട് പറഞ്ഞു, എടി ഞാൻ OET പാസ്സായി, ഞാൻ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ അവളാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, പോകുന്നത് മാത്രമല്ല എന്ന് പറഞ്ഞു തന്നെ. സോ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അവൾ തന്നെയാണ് എല്ലാം എനിക്ക് A to Z കാര്യങ്ങൾ പറഞ്ഞു തന്നെ, എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാം. സോ ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ ദുബായിലാണ്, ഷാർജയിൽ വർക്ക് ചെയ്യുകയാണ്. സോ ചേട്ടായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പം ഇവിടെ എല്ലാ വണ്ടിയും ഓടിക്കുന്ന എൻ്റെ ആങ്ങളയ്ക്ക് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. സോ 4 വർഷം കഴിഞ്ഞു, അതായത് 2018 തൊട്ടാണ്ട് പുള്ളി ട്രൈ ചെയ്യുകയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി. ആൻഡ് നല്ല ചിലവാണ് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി 6 കാര്യങ്ങൾ വെക്കേണ്ടത് ഞാൻ 5 കാര്യങ്ങൾ വെച്ചു. 6ാമത്തേത് ഞാൻ എന്താണ് വെക്കേണ്ടതെന്ന് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ആമീൻ എന്ന് ഞാൻ എഴുതി. സോ ഞാനത് കഴിഞ്ഞു. ഉടമ്പടി എടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്നോട് മാത്രം, അമ്മയോടും പറഞ്ഞില്ല, അപ്പായോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല, ഈവൻ വൈഫിനോട് പോലും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, ഞാൻ പോവാടി എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട അച്ഛ, എടുത്തോ, അച്ഛന് കിട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. ആൻഡ് വിത്തിൻ 3 ഡേയ്സിൽ ചേട്ടായിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അന്ന് തന്നെ 3 ദിവസം ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ അറിയിച്ചു, 4 വർഷമായി കിട്ടാത്ത എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടിയടി എന്ന ആ ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ ആദ്യം കേട്ടത്. ആൻഡ് 2013 അടുത്ത സാക്ഷ്യം, 2013 ഞാൻ വീണ് എൻ്റെ നടുവിൻ്റെ ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻ്റ് ആയി, ലൈക്ക് കോക്കിക്സ് തിരിഞ്ഞു പോയി എൻ്റെ. അപ്പം എനിക്ക് മെൻസ്ട്രൽ സൈക്കിൾ ടൈമിൽ ഭയങ്കര വേദനയാണ്. എനിക്ക് വാഷ്റൂമിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞ് കൂടുതൽ സമയം നിൽക്കരുത്, നടക്കരുത്, ഇരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. സോ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല, മീൻസ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യണം. നേഴ്സ് ആയതുകൊണ്ട് അറിയാമല്ലോ, 12 hours ഡ്യൂട്ടിയാണ്, നിന്നേ പറ്റത്തുള്ളൂ, വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്ത അവസ്ഥയാണ്. സോ ഞാനിവിടെ വന്ന് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിൻ്റെ അമ്മയെ കാണണം, എനിക്കിനി കണ്ടേ പറ്റത്തുള്ളൂ, ഇനി എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ മുഖേനേ നടക്കൂ എന്ന് എനിക്കൊരു മനസ്സിൽ ഉറപ്പ് വന്നപ്പോൾ ഞാനും എൻ്റെ പേരൻസും കൂടി ഇവിടെ വന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തൈലം ഞാൻ എൻ്റെ നടുവിൻ്റെ മേൽ പുരട്ടി. ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് 6 മാസം കഴിഞ്ഞു. എനിക്കിതേവരെ എൻ്റെ ഈ 6 മാസത്തിൽ എനിക്ക് ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ പോലും എനിക്കിതുവരെ ഒരു വേദന വന്നിട്ടില്ല. ഞാൻ കിടന്നിട്ടില്ല. എനിക്ക് ഏത് വെയിറ്റുള്ള കാര്യവും ചെയ്യാം. ഞാൻ ഈവൻ തുണി കഴുകിയാലും എന്ത് ചെയ്താലും വേദനയായിരുന്നു, എനിക്ക് നിൽക്കാനും പറ്റില്ലായിരുന്നു. സോ അതിപ്പോൾ എനിക്കില്ല. അതുപോലെ തന്നെ 10 വർഷത്തിന് മേളെയായിട്ടുള്ളതാണ് എൻ്റെ അമ്മേൻ്റെ തലകറക്കം. തലകറക്കം വന്നു കഴിഞ്ഞാൽ അമ്മ കിടക്കണം, തല തോർത്തുകൊണ്ടാണ് അമ്മ കെട്ടുന്നത്. ആൻഡ് മമ്മിക്കൊന്നും കഴിക്കാൻ പറ്റില്ല, ഛർദ്ദിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ്. അപ്പം എന്തായാലും ഉടമ്പടി എടുത്തതല്ലേ, എല്ലാം മാറ്റി തരുന്നൊരു മാതാവാണല്ലോ നമുക്കുള്ളത് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്. അത് ഉടമ്പടി എടുത്ത് ഇത്ര നാളായിട്ട് എൻ്റെ അമ്മയ്ക്ക് ആ ഒരു തലകറക്കം വന്നിട്ടില്ല. അത്ര ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ, ആ ഒരു ടൈപ്പിൽ ഇതേവരെ തലകറക്കം വന്നിട്ടേ ഇല്ല. ആൻഡ് ലാസ്റ്റ് എനിക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള എൻ്റെ OET എന്ന് പറയുന്നത്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ OET ട്രെയിനറാണ്. ഞാൻ എന്ന് OET എഴുതിയാലും എനിക്ക് റീഡിങ് കിട്ടുന്നത് 290 ആണ്. ഞാൻ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് നല്ല സ്കോറാണ്, പക്ഷേ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഒന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്
എനിക്ക് തന്നെ അറിയില്ല. സോ അവസാനം ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്ക് OET കിട്ടിയിട്ട് മതി കല്യാണം എന്നുള്ളൊരിതായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പം വീട്ടിലിങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട്, അമ്മയും മകളും തമ്മിൽ കല്യാണത്തിൻ്റെ പേരിൽ എന്നും ഒരു ഇതാണ്, കല്യാണം വേണം വേണം. പക്ഷെ മോള് പറയുന്ന കുറച്ചുകൂടെ ഇതാവട്ടെ. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ. കാരണം വേറൊന്നുമല്ല, എന്നെ ലോൺ എടുത്തൊന്നും അല്ല പഠിപ്പിച്ചത്. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നല്ല അവരെ ആക്കിയിട്ട് മതി, അവരെ ഇനിയും ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെ ഓക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഇത്രയും നാളായി, 1 വർഷമായി, ഞാൻ എന്നാൽ ഇനി കല്യാണത്തിന് ഓക്കെ പറയാമെന്ന് പറഞ്ഞ് ഞാൻ എസ് പറഞ്ഞു. ആൻഡ് ഞാൻ OET പോയി എഴുതി. എനിക്ക് അയർലൻഡ് സ്കോറ് കിട്ടി. അയർലൻഡ് സ്കോറ് കിട്ടി. ആ ഒരു അയർലൻഡ് സ്കോറ് കിട്ടിയപ്പോഴാണ് എനിക്കൊരു കല്യാണാലോചന വന്നത്. അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ സ്വന്തമായിട്ട് എഴുതിയിട്ട് എനിക്ക് അങ്ങോട്ടൊന്ന് പോകാനുള്ളൊരു വഴി തുറന്നില്ലല്ലോ. ഞാൻ വീണ്ടും UK തന്നെ, പുള്ളി UK സോ UK തന്നെ പോകേണ്ടി വരുമോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ വിഷമിച്ചു. അപ്പോൾ ഉടനെ അമ്മ പറഞ്ഞു, എന്തായാലും നീ ഉടമ്പടി എടുത്തല്ലേ, നമുക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം തന്നതല്ലേ, നീ ഒരു വട്ടം കൂടി ഒന്ന് എഴുതാൻ പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇനി എഴുതില്ല, ഇതെൻ്റെ ലാസ്റ്റാണ്, എനിക്ക് പോകണം എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ആൻഡ് ഞാൻ OET എക്സാം എഴുതി. എനിക്ക് ഫുൾ B കൂടെ ഞാൻ UK പാസ്സായി. ആൻഡ് ഞാനിപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ മാരേജ് ഞങ്ങൾ ഒന്നിച്ച് പോകാൻ, അതാണ് ഇവിടെ എല്ലാവരും പറയുന്ന ഒരിതാണ്, സമയത്തിൻ്റെ ഒരിത്. ആ ഒരു കൃത്യസമയം നമ്മൾ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല. മാതാവിനറിയാം നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്താണ് വേണ്ടതെന്നുള്ളത് മാതാവിന് കൃത്യമായിട്ട് അറിയാം. ആ കൃത്യസമയം മാതാവ് നമുക്ക് തന്നിരിക്കുക തന്നെ ചെയ്യും. ആൻഡ് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ആരും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഒരു പ്രയാസം മുമ്പിൽ വരുമ്പോൾ മനസ്സിൽ ഓർത്താൽ മതി, മാതാവുണ്ട്, നിങ്ങൾക്ക് എന്ത് കാര്യവും മാതാവ് സാധിച്ചു തരും. ആൻഡ് ഇത്രയും തന്ന മാതാവിനും എൻ്റെ ദൈവകുമാരനും നന്ദിയല്ല, ഇനി എൻ്റെ ജീവിതം മുഴുവൻ അമ്മയുടെ മകളായി, അപ്പൻ്റെ മകളായി ഞാൻ ജീവിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി.